ബസ് ടിക്കറ്റിന് മാത്രം തികയുന്ന പണവുമായി സ്പെയിനിലെത്തിയ ഒരു അമ്മൂമ്മ ഒരു നാൾ തന്റെ പേരക്കുട്ടി ലോകകപ്പ് ഫൈനലിൽ കളിക്കുമെന്ന് ഒരിക്കലും കരുതിയിട്ടുണ്ടാവില്ല കേട്ടോ. അവരുടെ പേരാണ് ഫാത്തിമ. 40-ാം വയസ്സിൽ മൊറോക്കോയിൽ നിന്നും സ്പെയിനിലെത്തിയ അവർ ക്യാമ്പ് സൈറ്റിലും നഴ്സിംഗ് ഹോമിലും ജോലി ചെയ്തു. പക്ഷെ അവരുടെ മനസ്സിൽ ഒരേ ഒരു സ്വപ്നം മാത്രമായിരുന്നു, എന്റെ മക്കൾക്ക് എനിക്കില്ലാത്ത ജീവിതം നൽകണം. വർഷങ്ങളുടെ കഷ്ടപ്പാടിലൂടെ തന്റെ ഓരോ മക്കളെയും സ്പെയിനിലേക്ക് കൊണ്ടുവന്നു. അവരിൽ ഒരാളായിരുന്നു മുനീർ. പിന്നീട് അദ്ദേഹം ഷീലയെ വിവാഹം കഴിക്കുന്നുണ്ട്. ബട്ട് ലൈഫ് വാസ് നോട്ട് ഈസി ഫോർ ദം. ജീവിതം വീണ്ടും അവരെ പരീക്ഷിച്ചു. വാടക കൊടുക്കാൻ പോലും അവരുടെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് അവർക്ക് കൈത്താങ്ങായത് 2 സുഹൃത്തുക്കളായിരുന്നു. ഒരു സുഹൃത്തിന്റെ പേര് ലാമിൻ, മറ്റൊരാളുടെ പേര് യമാൽ. ആ നന്ദി ഒരിക്കലും മറക്കാതിരിക്കാൻ നന്ദിയോടുകൂടി അവർക്ക് ജനിച്ച ആദ്യ കൺമണിക്ക് പേര് നൽകി, ലാമിൻ യമാൽ. പിന്നീട് ആ കുഞ്ഞ് ബാഴ്സലോണയുടെ ഒരു ചാരിറ്റി പ്രോഗ്രാമിൽ മെസ്സിയുടെ കൈകളിൽ എത്തുന്നുണ്ട്. അന്ന് അത് വെറും ഒരു സാധാരണ ഫോട്ടോ മാത്രമായിരുന്നു. പക്ഷെ ഇന്ന് ആ ഫോട്ടോ ലോകം മുഴുവൻ കൊണ്ടാടുകയാണ്. കാരണം 2007 ആ കുഞ്ഞിനെ സ്പർശിച്ച മെസ്സി ഇന്ന് 2026 അതേ ലാമിൻ യമാലിന്റെ എതിരാളിയായി ലോകകപ്പ് ഫൈനലിൽ നിൽക്കുകയാണ്. ചരിത്രം ചിലപ്പോൾ ഇങ്ങനെയും കഥ എഴുതും. ഈ കഥയിൽ നമ്മൾ ഏറ്റവും ബഹുമാനിക്കുന്നത് മെസ്സിയോ ലാമിൻ യമാലിനെ മാത്രമല്ല, ഒരു ബസ് ടിക്കറ്റുമായി പുതിയൊരു ജീവിതം തേടി തന്റെ അടുത്ത തലമുറയെങ്കിലും രക്ഷപ്പെടാനുള്ള ആഗ്രഹത്തിൽ സ്പെയിനിലേക്ക് ബസ് കയറിയ ആ അമ്മൂമ്മയെയാണ്. കാരണം ഇന്ന് ലോകം ലാമിൻ യമാലിനെ കാണുകയാണ്. ഐ ഡോണ്ട് ജസ്റ്റ് സീ എ ഫുട്ബോളർ, ഐ സീ എ ഗ്രാമദേഴ്സ് ഡ്രീം റണ്ണിംഗ് ഓൺ ദ വേൾഡ്സ് ബിഗസ്റ്റ് സ്റ്റേജ്. എത്ര ശരിയാണില്ലേ? ഓരോ വലിയ വിജയത്തിന്റെയും പിന്നിൽ ലോകം കാണാത്ത ഒരാളുടെ കയ്യൊപ്പുണ്ടാവും. ലാമിൻ യമാലിന്റെ കഥയിൽ അദ്ദേഹത്തിന്റെ അമ്മൂമ്മയാണല്ലേ.